അമേരിക്ക ആക്രമണം തുടങ്ങിയപ്പോൾ അതിന്റെ ആദ്യ പ്രത്യാഘാതം നേരിടേണ്ടി വന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് തന്നെയാണ്. അവരുടെ സഖ്യകക്ഷികളായ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ആക്രമണത്തിൽ അതായത് ഇറാന്റെ തിരിച്ചടിയിൽ വലഞ്ഞപ്പോൾ അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനാകാതെ അവിടുത്തെ ചിപ്പ് നിർമ്മാണ കമ്പനികൾ, അതായത് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ ലോകത്തിലെ തന്നെ വൻനിര നിർമ്മാതാക്കളാണ് ദക്ഷിണ കൊറിയ. ആ കമ്പനികൾ പലതും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് എത്തി. കാരണം സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് ഈ വൈദ്യുതി കൂടുതൽ ആവശ്യമുണ്ട്. വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ഇത്തരം എണ്ണകളും അനിവാര്യമാണ്. 98% എണ്ണയും ഹോർമുസ് കടലെടുക്ക് വഴി എത്തിക്കുന്ന ദക്ഷിണ കൊറിയയ്ക്ക് ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, അവിടെ പെട്രോളിന് 55 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതോടുകൂടി 1 ലിറ്റർ പെട്രോളിന് 321 രൂപയും ഡീസലിന് 336 രൂപയും എത്തിയിരിക്കുന്നു. അതിനിടയിൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വില വർധനവ് പ്രഖ്യാപിച്ച സർക്കാർ അതിന് തൊട്ടു പിന്നാലെ തന്നെ പറയുന്നത് യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇനിയും വില വർധനവിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ ഇന്ത്യയിൽ പാചകവാതകത്തിന് വില വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 8 ആഴ്ചത്തേക്കുള്ള ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഉണ്ട് എന്നും എണ്ണ വിതരണത്തെ അത് ബാധിക്കില്ല എന്നുമാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കാൻ യാതൊരു സാധ്യതയും ഇന്ത്യയിലില്ല. എന്നാൽ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതം ഇപ്പോൾ ആദ്യ റൗണ്ടിൽ നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നത് അമേരിക്കയും അമേരിക്കയുടെ ശംഖ് രാജ്യങ്ങളിലുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.